അസ്സലാമലൈക്കും. അപ്പം മക്കളെ, യൂട്യൂബിലെ തെറികൾ കേട്ട് കിളി പോയിരിക്കും. ഇപ്പം യൂട്യൂബിൻ്റെ തുറന്ന തെറി വീഡിയോസുകളുള്ളൂ. അപ്പം മക്കളെ, ഇന്നങ്ങനെ ആ തെറി കേട്ടുകൊണ്ട് ഞാനവിടെ ഓണാക്കി ചെയ്യുകയാണ്. ഇവിടെ ചോറും കൂട്ടാനുണ്ടാക്കി. അതിൻ്റെ ഇടയിൽ ചോറ് വേവേറി ഇച്ചി പണി കിട്ടി. ഞാൻ ആ തെറിയിലങ്ങനെ അന്തം വിട്ടിരുന്നു. അപ്പം ആരാണ് തെറിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ അല്ലേ. അപ്പം ഇന്ന് നമുക്കതാ ചോദിച്ചതാ വേറെ റേഷനായിരുന്നില്ലേ ചോറ്, നമ്മളെ നാരങ്ങ അച്ചാർ നമ്മൾ ഉണ്ടാക്കി തട്ടോ, അടിപൊളി അച്ചാർ. പിന്നെ അച്ചാർ വേണമെങ്കിൽ പറഞ്ഞോളി, നമ്മൾ ഉണ്ടാക്കി തരാം. പൈസ ആണോ കേട്ടോ, ഫ്രീ അല്ല. പിന്നെ അവിയൽ, മീൻ കിട്ടിയിട്ട് കുറേ ദിവസം മക്കളങ്ങൊക്കെ മീൻ കിട്ടണ്ട. പിന്നെ പടവല ഉപ്പേരി, പിന്നെ മത്തി ഉണക്കൽ പൊരിച്ചത്, ചീരാപ്പറമ്പ്. നമുക്ക് പ്രഷറുള്ളതുകൊണ്ട് ഉണക്കൽ കൂട്ടാനും വെച്ചാൽ. പിന്നെ രാവിലെ ഉണ്ടാക്കിയ കഴിഞ്ഞിട്ടോ ചക്കരയ്ക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ചോറ്റിക്ക് കൂട്ടാൻ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് വിവരങ്ങളൊക്കെ അറിയിച്ച്. സത്യം പറഞ്ഞപ്പോൾ നമ്മളെ ഫോണ് കേടുന്നതിന് ദിവസം വീഡിയോ ചെയ്യലില്ല. ഇപ്പോൾ പുതിയ ഫോൺ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല മക്കളെ. കാരണം സപ്പോർട്ട് കുറവായിട്ട് എല്ലാവരും തെറി പറയണവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ തെറി പറയാതിരുന്നാണ്ട് ഇരുന്നപ്പോൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമുക്ക് തെറി പറയാൻ താല്പര്യമില്ല. അങ്ങനെ ചാറ് ഇന്നലത്തെ ചിക്കൻ കറി. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞാണ് ചോറുന്നായിരിക്കട്ടെ. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വർത്താനം. പിന്നെ നമ്മളെ കഞ്ഞിൻ്റെ വെള്ളം കിട്ടും. നമ്മൾ ചോറ് കഴിച്ചുമ്പോൾ ഒപ്പം വെള്ളം കിട്ടും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യുക. എന്നാലല്ലേ ഇപ്പം നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാനൊരു ഉഷാറുണ്ടാവുള്ളൂ. തെറി പറയാൻ ഇപ്പം നമുക്ക് ആഗ്രഹമില്ല. തെറി ഇപ്പം എല്ലാവർക്കും പറയാം. അതിപ്പോൾ ഇത്ര വലിയ സംഭവമൊന്നുമല്ല. അവർ തെറി പറഞ്ഞാൽ ഒരു വല്ലാണ്ട് സബ്സ്ക്രൈബായി, പേബട്ടം സബ്സ്ക്രൈബായി എന്നൊക്കെ പറയുന്നത് ചിനാല്ലേ. കുട്ടികളെ പോറ്റാനാണ്, മക്കളെ പോറ്റാനാണ്. തെറി പറഞ്ഞാണ്ട് മക്കളെ പോറ്റിനെ ഏതായാലും അതേനെ ആരൊക്കെ തെറി പറയണം. ഇനിയിപ്പോൾ ആ പോറ്റുന്ന മക്കൾ ഇനിയിപ്പോൾ അവരും തെറി പറയില്ലേ. കാരണം അവരെ പോറ്റിയാൽ തെറി പറയണത് ഇപ്പോൾ ആ കുട്ടികൾ കേൾക്കില്ല. എന്തെങ്കിലും നമ്മളെ ചോറ് ഇങ്ങനെ തിക്കരാം. നമുക്ക് ഇങ്ങനെ തിക്കണെങ്കിൽ പന്തതുകൊണ്ട് ആ പങ്ക് ഉണക്കലോട്ട് തിന്നാൻ എന്താ രസം. അപ്പം കറി നമ്മളങ്ങനെ കൂട്ടലില്ല കേട്ടോ. കറി ഇവിടെ കാക്കയും കുട്ടിമാനൊക്കെ കൂട്ടുകയല്ലോ. ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടായപ്പോൾ ഞാൻ വേറെ വെച്ചിട്ടില്ല. കുട്ടിമാൻ്റെ തലേന്നൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ ഇനിയിപ്പോൾ കൊണ്ടുവച്ചണ്ടേ നമ്മൾ. ഇപ്പം മഴ പെയ്താൽ ആകാതെ പണിയില്ല. ഇനിയിപ്പോൾ പയരും പറയാൻ നമ്മൾ വരണ്ട. അങ്ങനെയാണ് കഥ. അപ്പോൾ കുറച്ച് കളിക്കും. ചിലപ്പോൾ നമുക്ക് തിന്നാതിരിക്കാൻ പറ്റൂലല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾക്കാണ് പോവുക തട്ടി മുട്ടി. നാളെ ആരുടെയും പെയിൻ്റ് അടിച്ചാണെങ്കിൽ പറയും, കാക്ക വരും. പിന്നത്തെ നമ്മളെ സോപ്പിന് ഓർഡർ ഉണ്ട് കേട്ടോ. അതിൻ്റെ